വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. മറ്റുള്ളവരെ ഭയന്ന് എന്ത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ 42:1 പറയുന്നത്. പാപം. ആരെ കുറ്റം വിധിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത്? അപരാധനെ. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത്? സ്നേഹിതരുടെ. കണക്ക് വയ്ക്കേണ്ടത് എന്തിൽ? എല്ലാ ഇടപാടുകളിലും. ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ നിന്നെ ആരുടെ പരിഹാസപാത്രമാക്കും? ശത്രുക്കളുടെ. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്ത് വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്? വചനം വഴി. പ്രഭാഷകൻ 42:16 അനുസരിച്ച് എന്താണ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വം. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ ആർക്കുപോലും അവർണ്ണനീയമാണ് എന്നാണ് പറയുന്നത്. അവിടുത്തെ വിശുദ്ധർക്ക് പോലും. കർത്താവ് ആഴയുടെ അഗാധതയെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് എന്താണ് ഗ്രഹിക്കുന്നത്? അവയുടെ നിഗൂഢതകൾ. കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം എന്തിനോടാണ് വിശ്വസ്തത പുലർത്തുന്നത്? സ്വധർമ്മത്തോട്. തെളിഞ്ഞ ആകാശവിധാനം എന്തിൻ്റെ അഭിമാനമാണ്? സ്വർഗീയ ഔന്നത്യത്തിൻ്റെ. ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത് എന്ത്? അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയവഹമാണെന്ന്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി എന്തിനാണ് പേര് നൽകുന്നത്? മാസങ്ങൾക്ക്. ആകാശത്തിന് സൗന്ദര്യമാകുന്നു എന്ന് പ്രഭാഷകൻ 42:9 പറയുന്നത് എന്തിനെക്കുറിച്ച്? നക്ഷത്രങ്ങളുടെ ശോഭ. മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നത് എന്ത്? മഴവില്ല്. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത്? പർവ്വതങ്ങൾ. അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറുന്നത് എന്ത്? തുഷാരം. തൻ്റെ ഭക്തർക്ക് കർത്താവ് എന്താണ് പ്രദാനം ചെയ്യുന്നത്? ജ്ഞാനം. ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? കർത്താവ്. എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? അവിടുന്നാണ് സർവ്വവും. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ 44:1 പറയുന്നത്. തലമുറക്രമത്തിൽ. ഉന്നതത്തിലേക്ക് സംഹരിക്കപ്പെട്ടതായി പ്രഭാഷകൻ 44:16 പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? ഹെനോക്ക്. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. ആര്? നോഹ. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല എന്ന് പ്രഭാഷകൻ 44:19 പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? അബ്രഹാം. പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചത് ആര്? അബ്രഹാം. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് വെച്ചത്? യാക്കോബിൻ്റെ. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്.
എന്ന് പ്രഭാഷകൻ 44:16 ആരെ പറ്റിയാണ് പറയുന്നത്? ഹെനോക്ക്. ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് ആരിലൂടെ? നോഹ. സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ആര്? അബ്രഹാം.